എടുക്കാൻ മറന്നിട്ടില്ലല്ലോ? പാസ്പോർട്ടൊക്കെ എടുത്ത് ബാഗിൽ വെച്ചില്ലേ? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അച്ഛൻ കാപ്പി കുടിച്ചോ? ഇല്ല, ഡ്രസ് ഇടുന്നേ ഉള്ളൂ. ഇപ്പൊ കുടിക്കുകയായിരിക്കും. അല്ല, ചേച്ചി സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോ എനിക്ക് എന്തൊക്കെയാ കൊണ്ടുവരുന്നേ? എന്തൊക്കെയാ നിനക്ക് വേണ്ടത്? ആദ്യം അത് പറ. ഒന്ന്, സിംഗപ്പൂർ പെർഫ്യൂം. ആ പെർഫ്യൂം അടിച്ച് സ്കൂളിൽ പോകുമ്പോ എല്ലാരും ചോദിക്കണം ഈ മണം എവിടെ നിന്നാണെന്ന്. എന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ എന്റെ ചേച്ചി സിംഗപ്പൂരിൽ പോയിരുന്നെന്ന്. അതും ഫ്ലൈറ്റില്. ശരി ശരി. പിന്നെ പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ്. പുറത്തുനിന്ന് നോക്കുന്നവർക്കേ പച്ചയായിട്ട് വേണം അത് കാണാൻ. ഓഹോ, സ്കൈ ബ്ലൂ ആയാലും കുഴപ്പമൊന്നുമില്ല. അതെന്തിനാ നിനക്ക് കൂളിംഗ് ഗ്ലാസ്? അതൊരു സ്റ്റൈലല്ലേ ചേച്ചി? ചെത്ത് ചുള്ളന്മാരെ പോലെ അതും ധരിച്ചോണം എനിക്ക് ഗൗരിയുടെ മുമ്പിലൊന്ന് വിലസാൻ. ഓഹോ, അത് ശരി. അപ്പോ നീ ഇന്നാള് പറഞ്ഞ സാവിത്രി അങ്ങ് വിട്ടല്ലേ? അവള് വലിയ പഠിപ്പിച്ചല്ലേ ചേച്ചി, ഞാനുമായിട്ടൊന്നും സെറ്റ് ആവില്ല. ഓ അല്ല, ഗൗരി ഒരു അല്പം മന്ദബുദ്ധി കേസാ, പക്ഷെ കമ്പനി വിളിക്കാൻ ഓക്കെയാ. ആ പിന്നെ ഒരു 43 ചോക്ലേറ്റും കൂടി കൊണ്ടുവരാൻ മറക്കരുത്. എന്റെ ക്ലാസ്സില് 43 പിള്ളേരെ ഉള്ളത്. അല്ലല്ല, 44 വേണം. ഒന്ന് ക്ലാസ് ടീച്ചറിനും കൂടി കൊടുക്കണ്ടേ? ടീച്ചർ അറിയട്ടെ എനിക്ക് സിംഗപ്പൂർ കണക്ഷൻ ഒക്കെ ഉണ്ടെന്ന്. അതിനെ സിംഗപ്പൂരിൽ നിന്ന് അച്ചടിച്ച ഒരു ടീഷർട്ടും കൂടി ഉണ്ടെങ്കിലേ പറ്റൂ. ശരി ശരി. അപ്പോ ഈ ഷൂസും വാച്ചും ഒക്കെ അത് ചേച്ചി കൊണ്ടുവരുമല്ലോ, ഞാനായിട്ടൊന്നും പറയണ്ടല്ലോ. ഓഹോ, അവിടെ മിടുക്കാ, നിന്റെ ബുദ്ധി കൊള്ളാം. ഞാൻ വല്യുഞ്ഞിനോട് പറഞ്ഞു നോക്കാം. സിംഗപ്പൂരിലെ നോട്ടും ചില്ലറയൊക്കെ വല്യുഞ്ഞിനെ അറിയാവൂ. ചേച്ചി പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഒന്നും മറക്കരുത്. ഞാൻ ഓർക്കൂടാ. എന്താ റെഡിയായില്ല ഇതുവരെ? ഞാൻ റെഡിയാ. അച്ഛനെന്താ കാപ്പി കുടിച്ചില്ലേ? നീ എന്റെ കാപ്പി വീടൊന്നും നോക്കണ്ട. നിന്റെ കെട്ടിപ്പറക്കലൊക്കെ തീർത്ത് ഇറങ്ങിയാ മതി. ഭൂലോകം കീഴടക്കിയ മാതിരിയാ മട്ടും ഭാവവും. അച്ഛാ, എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ഒരല്പ സന്തോഷം പോലും അച്ഛന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ. പണ്ടൊക്കെ സ്കൂൾ യുവജനോത്സവത്തിനും ക്ലബിലെ മത്സരങ്ങൾക്കൊക്കെ ഞാൻ സമ്മാനം വാങ്ങുമ്പോ ഒരുപാട് സന്തോഷിച്ചിരുന്ന എന്റെ അച്ഛനാണോ ഇതെന്ന് എനിക്ക് സംശയം തോന്നുക. ഞാൻ സിംഗപ്പൂരിൽ അവാർഡ് വാങ്ങിക്കാൻ പോകുമ്പോ ഇങ്ങനെ മുഖവും വിരിപ്പിച്ച് നിൽക്കുന്നത് ഭയങ്കര ബോറാ. പോയിട്ട് വന്നൊരു വാക്കെങ്കിലും പറഞ്ഞൂടെ അച്ഛന്? അനികൂട്ടാ, സമയായി, നീ പറ്റിയെടുത്ത് ഇറങ്ങിയേ. അച്ഛൻ, ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ബാഗ് എടുത്തോണ്ട് ഇറങ്ങാൻ. ചേച്ചി ചേച്ചി വിഷമിക്കണ്ട, നമ്മുടെ അച്ഛനല്ലേ. ചേച്ചി നോക്കൂ, സിംഗപ്പൂരിൽ പോയി ചേച്ചി അവാർഡുമായി തിരിച്ചു വരുമ്പോ ഇത് എന്റെ മോക്ക് സിംഗപ്പൂരിൽ നിന്ന് കിട്ടിയ അവാർഡാണെന്നും പറഞ്ഞ് ഇതേ അച്ഛൻ ഇവിടെ എല്ലാരെയും കാണിച്ചോണ്ട് നടക്കുന്നത് നമുക്ക് കാണാം. എനിക്ക് ഉറപ്പാത്. ചേച്ചി വാ, ഇനിയും അച്ഛന് ദേഷ്യം പിടിപ്പിക്കണ്ട. വാ വാ ചേച്ചി, പോവാം. നിക്ക്. ഇടിച്ചമ്മന്തിയും അച്ചാറും ഒക്കെ എടുത്തു വെച്ചിട്ടില്ലേ? വെച്ചു മാഡം. അല്ല, ഇപ്പൊ കേരള ഫുഡൊക്കെ സിംഗപ്പൂരും കിട്ടുമല്ലോ, പിന്നെന്തിനാ ഇതൊക്കെ ഇവിടുന്ന് ചുമക്കുന്നേ? നീ പറഞ്ഞ ശരിയാ, കേരള ഫുഡൊക്കെ അവിടെയും കിട്ടും. പക്ഷേ സ്വന്തം അമ്മ വാത്സല്യത്തോടെ ഉണ്ടാക്കിയ ഇടിച്ചമ്മന്തിയുടെ അച്ചാറിന്റെ രുചി അതിന് കിട്ടില്ലല്ലോ. കിട്ടോ? അഖിലേച്ചി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണല്ലേ? അപ്പൊ വേണം, ഇത് എടുത്തു വെച്ചേ പറ്റൂ. എന്തിനാമേ വലിയ ലഗേജ്? ഞാൻ ഒരു ദിവസമല്ലേ സ്റ്റേ ചെയ്യുന്നുള്ളൂ, പിന്നെന്തിനാ ഇതൊക്കെ? യാത്ര പോയാൽ നീ ആഹാര കാര്യമേ അങ്ങ് മറക്കും.
ഇത്തവണ കല്യാണി ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് നിനക്ക് ഭക്ഷണം തരും. അതുകൊണ്ടാ ആവശ്യമുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചത്. ആ നിങ്ങളത് വണ്ടി കൊണ്ടുപോയിക്കും. ശരി സാർ. ആഹാ, നമ്മുടെ ബ്രാൻഡ് അംബാസഡർ എത്തിയല്ലോ. പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. കല്യാണിയുടെയും ദാസേട്ടന്റെ മുഖം എന്താ ഡള്ളായിരിക്കുന്നത്? സിംഗപ്പൂരിൽ പോകുന്നതിന്റെ ഒരു സന്തോഷമൊന്നും കാണാനില്ലല്ലോ. അത് മാഡം, അത് മാഡം, ഇവൾക്ക് എന്നെയും അനിയും കുട്ടിനെ വിട്ടിട്ട് ദൂരെ പോകുന്നതിന്റെ ടെൻഷനാ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഒറ്റ ദിവസമല്ലേ ദാസേ, അതിന് ഇത്ര ടെൻഷന്റെ കാര്യം എന്താ? ഉണ്ട് സാർ, ടെൻഷനുണ്ട്. സത്യത്തിൽ ഇത് പഴയ കല്യാണി തന്നെയാണോന്നാ ഇപ്പൊ എന്റെ സംശയം. അത്രയ്ക്ക് മാറ്റം വന്നിരിക്കുക എന്റെ മുളക്കിപ്പോ. അച്ഛാ, അമ്മേ, ആ? അനുഗ്രഹിക്കണം. നന്നായി വരും മോനെ. ഗോഡ് ബ്ലസ്. കല്യാണി, സമയമായി പോവാം. അനുഗ്രഹിക്കണം. ഗോഡ് ബ്ലസ്. ബ്ലെസ് യു മോളെ. ഇതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ പോയി അവാർഡുകൾ വാങ്ങാൻ ഇനിയും നിനക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നലെയും കൂടി ദാസേട്ടൻ വന്ന് ചോദിച്ചതേ ഉള്ളൂ, നീ സിംഗപ്പൂരിലേക്ക് പോയേണ്ട കാര്യമുണ്ടോന്ന്. ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല. ദാസേട്ടന്റെ മുഖത്ത് ഒരു പെൺകുട്ടിയുടെ അച്ഛന്റെ ആദ്യമാ ഞാൻ കണ്ടത്. അത് നാളെ മാറണം. ദാസേട്ടൻ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കത്തക്ക രീതിയിൽ സൂക്ഷിച്ചു വേണം നീ പോയിട്ട് വരാൻ. അങ്ങനെ ചെയ്യൂ മാഡം. അച്ഛന് സങ്കടം ഉണ്ടാക്കുന്നതൊന്നും ഞാൻ ചിന്തിക്കുക കൂടിയില്ല. വെരി ഗുഡ്. ദാസിന്റെ മോള് സന്ദർഭം അനുസരിച്ച് സംസാരിക്കാനുള്ള മെച്യൂരിറ്റി കാണിക്കുന്നത് കാണുമ്പോൾ അഭിമാനം തോന്നും. സന്തോഷമായിട്ട് പോയിട്ട് വാ കല്യാണി. ശരി സാർ. അനുഗ്രഹിക്കണം മാഡം. യോ, എന്റെ കാലൊന്നും പിടിക്കല്ലേ. എഴുന്നേക്ക് കല്യാണി. യാത്രയൊക്കെ നന്നായിട്ടിരിക്കട്ടെ. സന്തോഷത്തോടെ പോയിട്ട് വാ കല്യാണി. ശരി മാഡം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഹാപ്പി ജേർണി. താങ്ക് യു സർ. Take care, മോനെ. All the best. താങ്ക് യു അമ്മേ.
ദാസേട്ടാ വലിയ കുഞ്ഞ്. കുറച്ചു നേരമായല്ലോ, എന്താ ദാസേട്ടനൊന്നും മിണ്ടാതിരിക്കുന്നത്? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല. എന്ത് സംസാരിക്കാനാ വലിയ കുഞ്ഞ്? അതല്ല, ദാസേട്ടന്റെ മനസ്സിനുള്ളിൽ എന്താണെന്ന് എനിക്കറിയാം നന്നായിട്ട്. ദാസേട്ടനത് മറച്ചു വെക്കുന്നത്. മറച്ചു വെക്കാനോ? വലിയ കുഞ്ഞെന്തായി പറഞ്ഞു വരുന്നത്? പറയാം. കല്യാണിക്ക് ഇത്രയും വലിയ അവാർഡ് കിട്ടിയതും ഇപ്പൊ സിംഗപ്പൂരിൽ നിന്ന് അത് വാങ്ങാൻ പോകുന്നൊക്കെ ആലോചിച്ച് ദാസേട്ടന്റെ മനസ്സിപ്പോ സന്തോഷം കണ്ട് നിറഞ്ഞിരിക്കുക. മക്കളുടെ നേട്ടങ്ങള് എന്നും അച്ഛനമ്മമാരുടെ മനസ്സ് സന്തോഷിപ്പിക്കുന്നെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. എന്റെ മനസ്സ് സന്തോഷിക്കല്ല വലിയ കുഞ്ഞ്. ഇവള് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓർത്ത് നേറി നേറി പോഞ്ഞുകൊണ്ടിരിക്കുക. ആരോടും ഒന്നും പറയാൻ വയ്യാതെ ശ്വാസം നിലച്ചു പോകുമെന്ന ഇപ്പോഴത്തെ എന്റെ ഭയം. ദാസേട്ടാ, ആദ്യമായി ഫ്ലൈറ്റ് കയറി വിദേശത്ത് പോകാൻ പോകുന്ന മോളോട് ദാസേട്ടന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞാൻ ഇരിക്കുന്നതുകൊണ്ട് ഒക്കെ ഉള്ളിലൊതുക്കി വരികയാണല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. ആ കല്യാണി, വലിയ ദേ ഇങ്ങനെ അടുക്കളയിൽ ഒതുങ്ങിപ്പോവേണ്ട ജീവിതമല്ല നിന്റേത്. ഇതൊരു തുടക്കമാവട്ടെ. ഇതുപോലെ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ച് ഒരുപാട് അവാർഡുകൾ വാങ്ങണം. ദാസേട്ടന് പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല കുഞ്ഞ്. ആ, പാസ്പോർട്ട് എടുക്കണം. അടുത്ത അവാർഡിന് കല്യാണിയോടൊപ്പം ദാസേട്ടൻ വേണം കൂടെ പോവാൻ. ഹലോ. ആ ഓക്കെ ദാസേട്ടാ, പോയിട്ട് വരാം. ശരി വലിയ കുഞ്ഞ്. കല്യാണി പോവാം. പോയിട്ട് വരട്ടെ അച്ഛാ. എന്തൊരു ദാസേട്ടാ, കല്യാണി പോകുന്നോർത്തുള്ള സങ്കടമാണോ? വിഷമിക്കണ്ട, ഒരു ദിവസം തന്നല്ലോ. നാളെ ഈ സമയത്ത് തിരികെ എത്തും. ശരി കല്യാണി, പോ. ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്തോ. ഇവളിപ്പോ പഴയ കല്യാണിയൊന്നുമല്ല. സ്വന്തം അച്ഛനോടും മഹിളാ മേഡത്തിനോടൊക്കെ വിശ്വാസവഞ്ചന അവൾ കാണിക്കുന്നത്. ദേവി, ഓർക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നു.
ഓക്കെ സർ. മാഡത്തിന്റെ പാസ്പോർട്ട് എടുക്കൂ. കല്യാണി, നീ എന്താ ചെയ്യുന്നേ? പാസ്പോർട്ട് എടുത്ത് കൊടുക്കാനാ പറഞ്ഞത്. എന്തു പറ്റി കല്യാണി? പാസ്പോർട്ട് കാണുന്നില്ല വലിയ. പാസ്പോർട്ട് കാണുന്നില്ലേ? ഞാൻ ബാഗിൽ തന്നെയാ വെച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ നോക്കിയപ്പോ കാണുന്നില്ല. ബാഗിൽ വെച്ചത് എവിടെ പോവാനാ? നല്ലതുപോലെ നോക്ക്. ഞാൻ നല്ലതുപോലെ നോക്കി വലിയ. ബാഗില് പാസ്പോർട്ട് കാണുന്നില്ല. നല്ലതുപോലെ ആലോചിച്ച് നോക്ക് കല്യാണി. പാസ്പോർട്ട് നീ ഈ ബാഗിൽ തന്നെയാണോ വെച്ചത്? എനിക്ക് നല്ല ഓർമ്മയുണ്ട് വലിയ. പാസ്പോർട്ട് ഞാൻ ഈ അറയിൽ തന്നെയാ വെച്ചത്. പിന്നെ എങ്ങനെ കാണാതെ പോവും? അതാ എനിക്കും അറിയാൻ വയ്യാത്തത്. കല്യാണി, ഒരു പക്ഷെ കാറിൽ വീണ് പോയി കാണും. വാ, നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ ദാസേട്ടനോട് വണ്ടി തിരികെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവരാൻ പറയാം. സർ, ഒരു മിനിറ്റ്, ലഗേജ് ഒന്ന് വിടുന്നോട്ടെ. ഇറ്റ്സ് ഓക്കെ. വാ. എന്ത് പറ്റി കുഞ്ഞെ? കല്യാണിയുടെ പാസ്പോർട്ട് കാണുന്നില്ല. വണ്ടിയിൽ എങ്ങാനും വീണിട്ടുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാ. ദാസേട്ടാ, കിട്ടിയോ? ഇല്ല വലിയ കുഞ്ഞെ, ഇവിടെ ഒന്നും കാണുന്നില്ല. സീറ്റിനടിയിലൊക്കെ നോക്കിയോ? എല്ലായിടത്തും നോക്കി, ഇതിനകത്തൊന്നും വീണിട്ടില്ല. നല്ലതുപോലെ ഒന്ന് ആലോചിച്ച് നോക്ക് കല്യാണി. പാസ്പോർട്ട് ഈ ബാഗ് തന്നെയാണോ വെച്ചത്? എനിക്ക് നല്ല ഓർമ്മയുണ്ട് വലിയ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ ഈ ബാഗിൽ പാസ്പോർട്ട് എടുത്ത് വെച്ചതാ. ഫ്ലൈറ്റിന് സമയമായി. വലിയ പോയിട്ട് വാ. അത് വേണ്ട കല്യാണി. അതല്ല, എനിക്ക് അതിനുള്ള യോഗയില്ല. വലിയ പോയിട്ട് വാ. സമയായി വലിയ, പോയിട്ട് വാ. പോയിട്ട് വാ, സമയാവണു. കല്യാണി, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പാസ്പോർട്ട് ഉണ്ടോന്ന് ഒന്നുകൂടെ നോക്കിയിട്ട് ഇറങ്ങിയാ പോരായിരുന്നു? അപ്പൊ ഉണ്ടായിരുന്നതാ, ഇപ്പൊ നോക്കിട്ട് കാണുന്നില്ല. ശരി, എനിക്ക് പോയേ പറ്റൂ. ഞാൻ പോയിട്ട് വരാം. ദാസേട്ടാ, കല്യാണിയും കൊണ്ട് തിരിച്ചു പൊയ്ക്കോളൂ. ശരി വലിയ കുഞ്ഞെ.